ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്നിവിടെ രാവിലെ ഗോതമ്പ് ദോശയും തേങ്ങ ചമ്മന്തിയാണ് കേട്ടോ. ഇന്ന് തിങ്കളാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കണത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനും ചേട്ടനും മക്കളും കൂടെ ഇന്നലെ ഞായറാഴ്ച ഒരു വീട് പാലുകാച്ചിന് പോയിരുന്നു. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൂടെ നമ്മുടെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗോതമ്പ് ദോശക്കുള്ള മാവിൽ തേങ്ങയും ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ചാണ് ദോശയ്ക്കുള്ള മാവ് കലക്കി വെച്ചത്. ഇനി നമുക്ക് ചമ്മന്തി വേണം. അപ്പോൾ ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ തിരുവി ഞാൻ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ദോശ ഒരു ഭാഗം മുരിഞ്ഞ് കിട്ടി. അപ്പോൾ ഗോതമ്പ് ദോശയാണ്, അപ്പോൾ നമ്മൾ ഇച്ചിരി അത് സൂക്ഷിച്ചാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പം ആദ്യത്തെ ദോശ മറച്ചിട്ട് പിന്നെ ചമ്മന്തിക്ക് വേണ്ട പൊടികളെടുക്കണം. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത്, മുളക് പൊടിയും ചേർത്ത്, ജീരകവും ചേർത്ത് കൊടുത്ത് കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് ചമ്മന്തിക്കുള്ളത് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ദോശ റെഡിയായി. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. വാവച്ചൻ ചേട്ടന് ഇന്ന് ഓട്ടോ ഉണ്ട്. വാവച്ചൻ ചേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ചേട്ടായിയാണ് കേട്ടോ. അപ്പോൾ ചേട്ടായിക്ക് ഇന്നൊരു ഓട്ടോ ഉണ്ട്. പുറത്ത് പോയാണ് ഇന്ന് ആ ഓട്ടോ ഓടേണ്ടത്. നമ്മളുടെ സ്വന്തം ഓട്ടോ അല്ല, ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വഴി വന്നൊരു ഓട്ടോ ആണ്. അപ്പോൾ ആ ഓട്ടത്തിന് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ചേട്ടൻ രാവിലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചേട്ടനുള്ള ദോശയൊക്കെ ചുട്ട് ചമ്മന്തിയൊക്കെ അരച്ച് ചമ്മന്തിയൊക്കെ കാച്ചി ഗോതമ്പ് ദോശ ചേട്ടന് കഴിക്കാൻ വേണ്ടി കൊടുക്കണം. അപ്പോൾ ചേട്ടൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്, ഡ്രസ്സ് മാറുകയാണ്. അപ്പോൾ ഞാൻ ചമ്മന്തിക്കൊക്കെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ ചമ്മന്തിക്ക് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ചേട്ടന് കഴിക്കാൻ 2 ഗോതമ്പ് ദോശയും കുറച്ച് ചമ്മന്തിയും കൂടെ ഒഴിച്ച് ചേട്ടന് കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി എടുത്ത് അവിടെ വെച്ച്. അപ്പോൾ നമ്മൾ അടുത്ത ദോശ റെഡിയായി. അപ്പോൾ ആ ദോശയും കൂടെ ഞാനൊന്ന് ഇട്ടിട്ട് ചേട്ടായിക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ചേട്ടൻ കഴിച്ച് ഒരുങ്ങിയൊക്കെ ഇറങ്ങി. അപ്പോൾ നമ്മളുടെ ആദ്യത്തേനും ഉറക്കമൊക്കെ എണീറ്റിട്ടുണ്ട്. ഗേറ്റൊക്കെ പോയി തുറന്ന് വണ്ടിയൊക്കെ ഓട്ടോറിക്ഷയൊക്കെ ഒന്ന് വൃത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എടുത്തുകൊണ്ട് പോവേ. ഓട്ടോയിലാണ് പോണത്, പുറത്തുള്ള ഓട്ടോയിലേ പോണത്. അപ്പോൾ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഓട്ടോയിൽ പോണതാണ് നല്ലത്, നനയാതെ അവിടെ പോകാമല്ലോ. അങ്ങനെ ചേട്ടനും ഓട്ടോയൊക്കെ എടുത്ത് ചേട്ടൻ ജോലിക്ക് വേണ്ടി രാവിലെ ഇറങ്ങി. അപ്പോൾ ആദ്യത്തെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നാണ് ഈ കാര്യമൊക്കെ ചെയ്ത് കൊടുക്കണത് കേട്ടോ ചേട്ടന്. അങ്ങനെ ചേട്ടനെ പറഞ്ഞ് വിട്ടിട്ട് ഗേറ്റൊക്കെ മോൻ പൂട്ടിയിട്ട് അവനങ്ങ് പോകും. ആ സമയത്താണ് ഞാൻ നോക്കുമ്പോൾ നമ്മളുടെ ഒരു പൂച്ചക്കുഞ്ഞുണ്ടല്ലോ, പൂച്ചക്കുഞ്ഞ് വെളിയിൽ വന്നിരുന്ന് പച്ച ഇല കടിച്ച് തിന്നെയാണ് കേട്ടോ. അപ്പം ഇതെന്തിനാണ് ഈ പൂച്ച ഇങ്ങനെ തിന്നണമെന്നൊന്ന് കൂട്ടുകാരറിയാന്നുള്ളവർ പറഞ്ഞു തന്നെ. അതിനുശേഷം ആദ്യം വന്ന് കിടന്നിട്ട് മൂത്താളുടെ ഓൺലൈൻ ക്ലാസ് നടക്കണേന് കോളേജിൻ്റെ. അപ്പം മോൻ തലയിൽ കൂടെ പുതപ്പ് മൂടിയിട്ടാണ് കിടക്കണത്. അപ്പോൾ അയാളെ അവനിട്ട് ഇത് ശല്യം ചെയ്യാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ ഞായറാഴ്ചത്തെ വീട് പാലുകാച്ചിന് പോയി. ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീടാണ് കേട്ടോ ഈ പാലുകാച്ചിൻ്റെ വീട്. അപ്പോൾ അവിടെ പോയപ്പോൾ എല്ലാ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളെ കണ്ടപ്പോൾ എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്യണം. ഒരു കൊച്ചൊരു വീടാണ് കേട്ടോ അവർ വെച്ചിരിക്കണത്. നല്ലൊരു ഭംഗിയുള്ളൊരു വീടായിരുന്നു കേട്ടോ. അപ്പോൾ ഈശ്വര ഒരു പടം വെച്ചിട്ടുണ്ട് വരാന്തയിൽ. അത് കഴിഞ്ഞ് ഞാനൊരു 2 റൂമുണ്ട് കേട്ടോ ഈ വീട്ടിനകത്ത്. അപ്പം ഞാൻ ഒരു റൂമിൽ പോയി ആദ്യം ഒരു വീട് എടുത്ത് നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു വീടാണെങ്കിൽ നല്ല സൗകര്യമൊക്കെ ഉള്ള ഭംഗിയുള്ള ഒരു അടിപൊളി വീട് കേട്ടോ. അപ്പോൾ ഇതൊരു റൂമാണ്. അടുത്തത് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു റൂം നടുക്ക് വന്നിട്ടാണ് ടോയ്ലറ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അടുത്ത ഒരു റൂമാണ്. അപ്പോൾ ഇത് നമ്മുടെ അവിടെ വീട്ടിലുള്ള അവരുടെ ബന്ധുക്കളൊക്കെയാണ് കേട്ടോ. അവർക്ക് നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അവരെല്ലാം കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന തമാശകളും കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഉണ്ട് കേട്ടോ. അവർ സന്തോഷം കൊണ്ട് അവരിങ്ങനെ കുട്ടികളുടെ കാലിലൊക്കെ ഇങ്ങനെ പിടിച്ച് കളിക്കുകയാണ്. ആ ചേട്ടൻ്റെ പേര് ചേച്ചിയുടെ പേരും വന്നിട്ട് സിന്ധു എന്നും ഷാജു എന്ന് അങ്ങനെ എന്തോന്നാണ് ചേട്ടൻ്റെ പേര്. എന്നിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളുടെ അടുക്കള, പ്രധാനമായ
അടുക്കളയിൽ വന്ന് അടുക്കളയൊക്കെ വന്ന് നോക്കി കേട്ടോ. അപ്പോൾ എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒരു അടുക്കളയൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഇത് ബാക്ക് സ്ഥലമാണ് പുറകിൽ. പിന്നെ വന്ന് ഞാൻ ബാത്റൂമൊക്കെ നോക്കി. അപ്പോൾ ബാത്റൂമിനകവും ഒരു കുഞ്ഞു ബാത്റൂമാണ്, നല്ല അടിപൊളിയായിട്ട് ബാത്റൂമൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷം തോന്നി. അപ്പം അതൊക്കെ ഞങ്ങൾ കണ്ട് പുറത്തോട്ട് ഇറങ്ങി വന്ന് ഇപ്പുറത്തെ ഒരു സ്ഥലത്താണ് അവരവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവരുടെ വീടിൻ്റെ ഇപ്പുറത്തൊരു വീടുണ്ട്, അവിടെയാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്കിനി പോകണം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഇത് ഞങ്ങളുടെ വലിയതുറയിലുള്ള കൂട്ടുകാരൊക്കെയാണ് കേട്ടോ. അവർ പാലയാച്ച് അറിയിച്ചിട്ട് വന്നതാണ് അവിടെ. അപ്പം അവർ വീട് കാണാൻ വേണ്ടി അവരകത്ത് പോയി. അപ്പം ഞങ്ങൾ പുറത്തിറങ്ങി വന്ന് ഫുഡൊക്കെ കഴിക്കുന്ന സ്ഥലത്ത് വന്ന് അപ്പോൾ എല്ലാം വെളിയിലൊക്കെ തന്നെയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിനകത്ത് ആൾക്കാരൊക്കെ വന്ന് നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സബ്സ്ക്രൈബ് കേട്ടോ അവിടെ വന്ന് എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയത്. ഞങ്ങളുടെ ഒരു ചേച്ചിയാണ്, ചേച്ചിയുടെ പേര് റാണി എന്നാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ഒരു ചെറുമോളാണ് കേട്ടോ നമ്മളുടെ എൻ്റെ സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ അവിടെ പോയ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ച് ആൻറ്റി ഇങ്ങനെ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് എന്നെ വന്ന് ഓടി വന്ന് കെട്ടിയൊക്കെ പിടിച്ച് ഒക്കെ ചെയ്ത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ കഴിക്കുന്നിടത്ത് വന്ന് നിന്ന് ഇയാളാണ് കേട്ടോ എൻ്റെ കുഞ്ഞ് സബ്സ്ക്രൈബാണ്. എന്തോ 2 ദിവസം കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല, എനിക്ക് വീഡിയോ കാണാൻ പറ്റണില്ല എന്നൊക്കെയാണ് ഇങ്ങനെ പറയണത് കേട്ടോ. അപ്പോൾ ചേട്ടൻ അവിടെ നിന്നിട്ട് മോളെ കളിയൊക്കെ ആക്കിയപ്പോൾ അവൾ ചേട്ടനെ തിരിച്ചും എന്തൊക്കെയൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ രസത്തിൽ. അപ്പോൾ വീഡിയോ ഞാൻ ഇടുന്നില്ല എന്നാണ് പറയണത് കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ എന്തോ പോവാത്തത് കൊണ്ട് കാണാൻ പറ്റാത്തതാണെന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് സന്തോഷം എന്ന് പറയണം, ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പുറത്തുള്ളത് വിനീത്. അപ്പോൾ ഇവരും വലിയതുറയിലുള്ളവരാണ്. വലിയതുറയിൽ നമ്മൾ പോയിരിക്കുന്നത് നമ്മൾ പുഞ്ചക്കരി ആ ഭാഗത്തോട്ടാണ് പോയിരിക്കണത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കഥാനായകനും നായകി എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരാണ്. ഇവർ രണ്ടുപേരും വെച്ച വീടാണ്, കുഞ്ഞി വീട്, സ്വർഗം പോലത്തെ ഒരു കുഞ്ഞ് വീട്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് അവർ നിന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ പയ്യെ പോയി നിന്നിട്ട് വീഡിയോ ഇങ്ങനെ പിടിക്കുകയാണ്. അവർ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മഞ്ജുവും രാജേഷും എന്നാണ് കേട്ടോ ഇവരെ പേര്. 2 മക്കളുണ്ട്, 2 പെൺമക്കളുണ്ട്. അത് കഴിഞ്ഞ് ഇവരുടെ വീട്ടിൻ്റെ അടുത്താണ് ഞങ്ങളുടെ സ്ഥലം, ഞങ്ങൾ വാങ്ങിച്ച സ്ഥലം. ആ സ്ഥലത്തൊക്കെ ഞങ്ങൾ പോയി സ്ഥലമൊക്കെ ഒന്ന് കണ്ട് സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയ